അലീനോട് പൊട്ടിത്തെറിച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വേറെയൊന്നുമല്ലല്ലോ, നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അലീനയെ, തൻ്റെ മകളെ ആദ്യമായി കാണാനായിട്ട് നമ്മുടെ പാലായിലേക്ക് വരികയാണ്. അത് ബാലചന്ദ്രനോട് തുറന്നു പറയുന്നുണ്ട് എന്ന് കാണാം. മിസ്റ്റർ ബാലേന്ദ്രൻ, ഞാൻ ഇവിടെ കോട്ടയത്ത് എത്താറായിരിക്കുന്നു. ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സ്ഥലത്തേക്ക് ഒന്ന് വരാമോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം തീർച്ചയായും വരാമെന്ന് പറയുന്നു നമ്മുടെ ബാലേന്ദ്രൻ. അങ്ങനെ അലീനയോട് പോലും പറയാതെ ബാലേന്ദ്രനതാ അലീനയുടെ അച്ഛനെ കാണാനായിട്ട് പോവുകയാണ്, കാണാൻ ശ്രമിക്കുകയാണ്. അതേസമയം അവർ തമ്മിൽ ഒരു ധാരണയിലെത്തുന്നുണ്ട്. എൻ്റെ മകളാണെന്ന് ഉറപ്പിക്കാനായിട്ട് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് സ്റ്റാലിൻ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെയും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നാൽ എവിടെ എത്താനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഞാൻ നിങ്ങളെ പറ്റിക്കാനോ നിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാനോ ഒന്നിനും വന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ എന്നെക്കുറിച്ച് അറിയാനായിട്ട് കഴിയുമെന്ന് പറയുന്നു. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ സ്റ്റാലിൻ അതെല്ലാം മനസ്സിലാക്കുകയും കൂടാതെ തന്നെയാണെങ്കിൽ ഹോട്ടലിലെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഹോട്ടലാണെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ടല്ലോ, അത് തന്നെ ഹോട്ടലിലെ മുതലാളിയാണെങ്കിൽ ആ ബാലേട്ട എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ സ്റ്റാലിന് ബാലേന്ദ്രന് ഒന്ന് വിശ്വാസമാകുന്നുണ്ട്. പണം തട്ടിയെടുക്കാനൊന്നുമല്ല ശ്രമമല്ല എന്ന് സ്റ്റാലിന് മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ സ്റ്റാലിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സ്റ്റാലിൻ ആദ്യമായിട്ട് നമ്മുടെ അലീനയെ കാണാനായിട്ട് പോവുകയാണ്. വെൽ ഡ്രസ്സ്, വെൽ ഗെറ്റപ്പൊക്കെ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ വീടിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ബാലേന്ദ്രൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ സ്റ്റാലിൻ ഇതിനിടയിൽ പറയുന്നുണ്ട്. അങ്ങനെ അലീനയെ പരിചയപ്പെടുത്താനായിട്ട് സ്റ്റാലിനെയും കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് നമ്മുടെ ബാലേന്ദ്രൻ. അപ്പോഴേക്കും അലീന ചായയുമായിട്ട് വരുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനും നമ്മുടെ അലീനയും മുഖാമുഖം ആദ്യമായി കാണുകയാണ് പ്രേക്ഷകരെ. ഇതേ സമയം, മോളെ ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അലീന പറയുന്നുണ്ട്, എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായില്ല, ആരാച്ചാ ഇത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ ഇതാണ് നിൻ്റെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്റ്റാലിൻ ബാലേന്ദ്രനോട് ഇപ്പോൾ പറയണ്ട എന്ന് പറയാണ്, താൻ തന്നെ വ്യക്തമാക്കിക്കൊള്ളാം എന്ന് പറയുന്നു. ഒടുവിൽ ഇതാണ് നിനക്ക് ഞാൻ ജോലി പറഞ്ഞു വെച്ചിരുന്ന സ്ഥലത്തെ ആള് എന്ന് ബാലേന്ദ്രൻ പറയുന്നു. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാലി അലീനയെ കൊണ്ടുപോകുന്നു. ഒടുവിൽ അലീനയിൽ നിന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതായത് 23 വർഷത്തെ മുമ്പ് നടന്നതും എങ്ങനെയാണ് നീ ഇവിടെ എത്തിയതും എന്നുള്ള കാര്യങ്ങൾ. ഇതേ സമയം ഇതൊക്കെ ചോദിച്ചല്ലോ, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഒടുവിൽ 23 വർഷം നീ നിൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട്, ഇപ്പം നിൻ്റെ അമ്മയെ തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചില്ലേ, നീ അച്ഛനെ തിരിച്ചറിയാൻ ശ്രമിച്ചോ എന്ന് സ്റ്റാലി ചോദിക്കുന്നു. എങ്കിൽ 23 വർഷം മുമ്പ് നിനക്ക് ജന്മം നൽകിയ അച്ഛനാണ് ഞാൻ എന്ന് പറയുന്നു സ്റ്റാലിൻ. അത് കേട്ടതും അലീന ഒരു സെക്കൻഡ് നേരത്തേക്കൊന്ന് ഷോക്കാവുന്നതിലുപരി വേഗം തന്നെ അലീന പറയുന്നുണ്ട്, എന്നിട്ട് എന്തിനെന്നെ ഉപേക്ഷിച്ചു, എന്തിന് ഇപ്പോൾ എന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നു, എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഇനിയും വേണ്ടത്? എന്നെ ഇത്രയും നാൾ അനാഥാലയത്തിൽ തള്ളിയിട്ട് ഇനിയും എൻ്റെ കണ്ണീർ കാണാനാണോ, എൻ്റെ പതനം കാണാനാണോ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് അലീന ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ സ്റ്റാലി ജോസഫ് കരഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ എനിക്കിതൊന്നിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. നീ ജീവിച്ചിരിപ്പുന്നുണ്ടെന്നോ നീ എൻ്റെ മകളാണെന്നോ എനിക്ക് മകളുണ്ടെന്നോ പോലും എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ വെറും ന്യായീകരണങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് അന്വേഷിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ ബാലേന്ദ്രനോട് പറഞ്ഞ കഥകളെല്ലാം അലീനയോട് തുറന്ന് പറയുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഒടുവിൽ അലീന സ്റ്റാലി ജോസഫിനോട് ക്ഷമിക്കുന്നൊരു കാഴ്ച നമ്മൾ പ്രേക്ഷകർക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അങ്ങനെ അലീന സ്റ്റാലി ജോസഫിന് മാപ്പ് കൊടുക്കുകയാണ്. കൂടാതെ തന്നെ അലീനയാണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്.
അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ